തന്നെ അച്ചായി ഡ്യൂട്ടിയിലാണ്. അപ്പൊ ഞാനും കിച്ചുകുട്ടിനൂടെ വീട്ടിലിരുന്ന് ബോറടിച്ചു അല്ലേ കിച്ചു? അതെ. അപ്പൊ ഞാനും കിച്ചുകുട്ടിനൂടെ പാർക്കിൽ പോവാണേ. അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കല്ലോ കേട്ടോ. അറിയില്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയാം എന്താ അവസ്ഥ. നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തൊട്ടടുത്തൊരു പാർക്ക് ഉണ്ട്, അവൻഹാം പാർക്ക്. നമുക്ക് അവിടേക്കാണ് പോകുന്നത്. അപ്പൊ പോവാല്ലേ? നടന്നാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ തൊട്ടടുത്തായത് കാരണം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇവിടെ ചുമ്മാ പോകും നടക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പം വീട്ടിലിരുന്ന് ചുമ്മാ ഇന്ന് കിച്ചുകൊണ്ട് ഇന്ന് സ്കൂളൊന്നും ഇല്ല, എനിക്കാണെങ്കിലും ഡ്യൂട്ടി ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു എങ്കിൽ പാർക്കിൽ പോകാൻ കിച്ചുകൊണ്ടൊരു എൻ്റർടൈൻമെൻറ്റ് ആവാമല്ലോ എന്ന് വിചാരിച്ചു. ക്ലൈമറ്റ് ആണെങ്കിലും ഇന്ന് മഴയൊന്നുമില്ല, നല്ല വെയിലുണ്ട്. അപ്പോൾ ഒരു വെയിലൊക്കെ കൊണ്ടിങ്ങനെ നടക്കാം എന്ന് വിചാരിച്ചു. അവിടെ ചുമ്മാ കുറേ കളിക്കാനൊക്കെയുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഫസ്റ്റ് ഒരു പാർക്ക് ഉണ്ടല്ലോ, ചെറിയ ഒരെണ്ണം, അതല്ല കയറാൻ പോകുന്നത് കേട്ടോ. അതിന്റെ അപ്പുറം ഒരെണ്ണം ഉണ്ട്, അവിടെയാണ് കയറാൻ പോകുന്നത്. അവിടെ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ അവിടെ ചെറിയൊരു ഇതുണ്ട്, പാർക്കുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പുള്ളി അലമ്പുണ്ടാക്കി അവിടെ കയറും. അത് നല്ല പാർക്ക്. പക്ഷെ അതിനേക്കാളും ഒരുപാട് റൈഡ്സ് കൂടുതലുള്ള തൊട്ടപ്പുറം വേറൊരു പാർക്കുണ്ട്. പക്ഷെ അവിടെ കയറാൻ പുള്ളി നമ്മളെത്തി. നല്ല ഭംഗിയാണ് കേട്ടോ അവൻഹാം കാണാനേ. നല്ല ഇപ്പം നമ്മുടെ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതുകൊണ്ട് നല്ല പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പൂക്കൾ ആയിട്ടുണ്ട്. പറഞ്ഞോ മടുത്തില്ല. വണ്ടി നമുക്ക് നടന്നു പോവാവേ. ഇതാരും ഇങ്ങനെ തൊപ്പി വെക്കുന്നേ? ഇതാരും ഇങ്ങനെ തൊപ്പി വെക്കുന്നേ കിച്ചു അല്ലല്ലോ. ഇച്ചിരി മുന്നേ ആരാണ്ടൊരു പേര് പറഞ്ഞല്ലോ. ആരാ ഇങ്ങനെ തൊപ്പി വെക്കുന്നേ? ആര് വെക്കുന്ന പോലെയാ? സഞ്ജു വെക്കണ പോലെയാ? സഞ്ജു മാമ വെക്കുന്ന പോലെയാണോ? സഞ്ജു മാമൻ എന്നൊരു ഹായ് കൊടുത്തേ. ഹായ് സഞ്ജു മാമ. ഹായ് സഞ്ജു മാമ. പാർക്കിലെത്തിയില്ലേ? ഞാൻ പറഞ്ഞു ഇവിടെ ഇതല്ല, നമ്മൾ ഈ പാർക്കിലല്ല കയറുന്നത്, നമ്മൾ അപ്പുറത്തെ പാർക്കിലാണ് കയറുന്നത്. അതെയോ? നമ്മൾ പാർക്കിലെത്തിയേ. ഇപ്പൊ കിച്ചുവിന് ഭയങ്കര സന്തോഷായേ. അതിച്ചിരി ടഫായിരിക്കുവേ. സ്റ്റെപ്പിലൂടെ കയറി, സ്റ്റെപ്പിലൂടെ. പേടിയാണോ? അമ്മ അപ്പുറം വരാം, വെയിറ്റ് ചെയ്യാം.
ഇത് ചവിട്ടി ചവിട്ടി മുകളിൽ വരെ കയറുന്നൊരു സാധനം കേട്ടോ. പക്ഷേ കിച്ചു വളരെ ചെറുതായതുകൊണ്ട് നമുക്കത് കയറ്റാനൊന്നും പറ്റില്ല. ചില പിള്ളേർ അങ്ങ് മണ്ടേ വരെ കയറും, നല്ല രസമാണ് കാണാൻ തന്നെ. പക്ഷെ അവനത് പറ്റത്തില്ല, അവനത് കാരണം ഇറങ്ങി. സ്റ്റെപ്പ് കയറണം. സ്റ്റെപ്പ് കയറി പോയപ്പോ വീണ്ടും സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് കൂടെ നമ്മൾ കയറണം. വീണ്ടും സ്റ്റെപ്പ് കിച്ചു. സ്റ്റെപ്പ് കയറി മടുത്തല്ലോ നമ്മള്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. വിശക്കുന്നുണ്ടല്ലേ? അതെ. എന്താ കഴിക്കണേ? ഓറഞ്ച്. ഓറഞ്ച് കഴിക്കാൻ പോവാണോ? ഇനിയും കളിക്കാൻ പോണു. കിച്ചു മടുത്തിട്ടില്ല കേട്ടോ, ഭയങ്കര ടയർഡായി. നമ്മൾ സ്റ്റെപ്പെല്ലാം കയറി മടുത്ത്. പിന്നെ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുക. നല്ല വെയിലാണ്. കഴിഞ്ഞ കുറച്ച് 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. ഇപ്പോൾ ദേ വീണ്ടും നല്ല വെയിലൊക്കെ തുടങ്ങി. അപ്പോൾ നടന്ന് മടുത്ത് ടയർഡായി. കിച്ചുക്കുട്ടൻ അന്നേരം പയ്യെ ഓറഞ്ച് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലായി. അല്ലേ കിച്ചു? ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു കിച്ചുക്കുട്ടൻ. നല്ല കിച്ചു? ഭയങ്കരമായിട്ട് വിശക്കണുണ്ടോ? പോവാണോ? അതെ. കിച്ചുവിന് ഇവിടുന്ന് വരാൻ തോന്നരുത്. പാർക്കിൽ പോകണം തന്നെ. പക്ഷെ നമ്മൾ കുറേ നേരമായി ഇവിടെ നിന്നിട്ട്. നമ്മൾ ഇനിയിപ്പം വീട്ടിൽ പോയി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ കിച്ചുകൂട്ടാ? വേണ്ടേ? കൈ മുക്കി നിർത്തുക. കിച്ചു ബൈ പറയൂ.